നോമ്പെടുത്ത് തങ്ങളുടെ മതനിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന ഈ ലേഖകൻ എന്തുകൊണ്ടാണ് മറ്റുള്ളവരെ വ്രണപ്പെടുത്തുന്ന ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നു? യഥാർത്ഥത്തിൽ നിങ്ങളോടല്ല ഞങ്ങളുടെ ചോദ്യം, ഇത്തരം വാക്കുകൾ തൊടുത്തുവിടുവാനുള്ള നിങ്ങളെ പ്രേരിപ്പിച്ചവരോടാണ്. മാമൻ മാത്യു ഇതൊന്നും നോക്കാതെയാണോ നാട്ടുകാരിലേക്ക് പത്രം ഇറക്കുന്നത്? മനോരമ പത്രത്തിൽ ക്രൈസ്തവ വിശ്വാസികളെ ചൊടിപ്പിച്ച വാക്കുകൾ കേൾക്കാത്തവരുണ്ടെങ്കിൽ അത് ഞാനിപ്പോൾ വായിച്ചു കേൾപ്പിക്കാം. അതിങ്ങനെയാണ്: വിശ്വാസികൾക്ക് അവരുടെ ഹൃദയങ്ങൾ അള്ളാഹുവിനെ പറ്റിയുള്ള സ്മരണയിലേക്കും അവതരിച്ചു കിട്ടിയ സത്യത്തിലേക്കും കീഴൊതുങ്ങാനും തങ്ങൾക്ക് മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ടവരെ പോലെ ആകാതിരിക്കാനും സമയമായില്ലേ? അങ്ങനെ ആ വേദക്കാർക്ക് കാലം ദീർഘിച്ചു പോവുകയും തന്മൂലം അവരുടെ ഹൃദയങ്ങൾ കടുത്തു പോവുകയും ചെയ്തു. അവരിൽ അധികം ആളുകളും ദുർമാർഗികളാകുന്നു. ഈ വാക്കുകളാണ് കഴിഞ്ഞ 19-ാം തീയതി മനോരമ പത്രത്തിൽ ഹനീഫ് കായക്കൊടി എഴുതി വെച്ചത്. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഉണ്ടെന്ന് വെച്ച് മതഗ്രന്ഥങ്ങളെ മുന്നിൽ നിർത്തി മതവിശ്വാസികളെ അധിക്ഷേപിക്കുന്നത് അത്ര നല്ലതായി തോന്നുന്നില്ല. ജനഹൃദയങ്ങളിൽ ഒരിക്കൽ ഇടം നേടിയ പത്രം ഇന്ന് വിമർശനങ്ങൾക്ക് നടുവിലാണ്. കഴിഞ്ഞ കുറച്ചു നാളുകളായി മനോരമയിൽ വരുന്ന ക്രൈസ്തവർക്ക് വേണ്ടി നിലകൊള്ളാത്ത രീതിയിലുള്ള വാർത്തകൾ അത് വിശ്വാസികളുടെ ഇടയിൽ മനോരമയോടുള്ള അതൃപ്തി കൂട്ടിയിട്ടുണ്ട്. അത് ഈ വിഷയത്തോടു കൂടി കൂടുകയും ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് പത്രം പള്ളിമുറ്റത്തിട്ട് ഇന്നലെ കൂട്ടിക്കത്തിച്ചത്.